ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിനും SBIക്കും തിരിച്ചടി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. തിരിച്ചറിയൽ കോഡടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. കടുത്ത വേനൽ ചൂടിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തിളയ്ക്കുന്നു. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്ന ആരോപണം വിടാതെ UDF. ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതയും ചർച്ചയാക്കി UDF. കേന്ദ്ര അവഗണന പ്രചാരണായുധമാക്കി LDF. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIPകളും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ. സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്നും മകൻ രഘുരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ആരോപണം തള്ളി സുരേഷ് ഗോപി. തന്റെ ചിത്രം വെച്ച് പ്രചാരണം വേണ്ടെന്ന് ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രം പിൻവലിച്ച് VS സുനിൽകുമാർ. അഭിമന്യു കൊലക്കേസിൽ നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പ് ഹാജരാക്കി പ്രോസിക്യൂഷൻ. രേഖകൾ പുനഃസൃഷ്ടിക്കുന്നതിൽ എതിർപ്പറിയിക്കാനാകില്ലെന്ന് കോടതി. ആധികാരികതയിൽ സംശയമുണ്ടെങ്കിൽ നേരത്തെ കൈപ്പറ്റിയ കോപ്പിയുമായി ഒത്തുനോക്കാം. കേസ് ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കും. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ദുരൂഹത. 3 പേരെ തട്ടിക്കൊണ്ടുപോയതായി ജില്ലാ പോലീസ് മേധാവി. ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരാളുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പിന്നെ ചെയ്തതിനു ശേഷം നമുക്ക് മനസ്സിലായത് 3 പേരുണ്ടായിരുന്നു. സംഭവത്തിൽ വാഹന കച്ചവടക്കാരായ 2 പേർ കസ്റ്റഡിയിൽ. പേരാമ്പ്ര അനൂർ കൊലക്കേസ് പ്രതി കൊടും കുറ്റവാളിയെന്ന് പോലീസ്. മുത്തേരി ബലാത്സംഗ കേസ് 1-ാം പ്രതിയായ മുജീബ് റഹ്മാൻ സമാനമായ കേസുകളിൽ വിചാരണ നേരിടുന്നു. കസ്റ്റഡിക്കായി പോലീസ് ഇന്ന് അപേക്ഷ നൽകും. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനായില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദൗത്യം തുടരുന്നു. വന്യമൃഗങ്ങൾ കൂടുതലായി എത്തുന്ന പ്രദേശങ്ങളിൽ വേലി കെട്ടുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. താൽക്കാലിക വാച്ചർമാരെ കൂടുതലായി നിയമിക്കുമെന്നും വനം മന്ത്രി.